പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ നിന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തിയതിന് അമ്മയോടും തിരുക്കുമാരനോടും ഞാൻ കോടാനുകോടി ജന്മം നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്തെപ്പറ്റി അറിയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ്. എനിക്ക് പത്രം നൽകിയതായിരുന്നു. പക്ഷെ അന്ന് പത്രം നൽകുമ്പോൾ ഞാനത് വായിച്ചു. ഞാൻ ഓർത്ത് ഒരു ആരാധനാലയം അല്ലെ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീട് ഞാനൊരു പ്രൈവറ്റ് സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു 11 വർഷം. അതിനുശേഷം ഞാനൊരു ഗവൺമെൻറ് സ്കൂളിലേക്ക് ഞാൻ അപ്ലൈ ചെയ്തു. 16 ലക്ഷം രൂപ കൊടുത്തു. 4 മാസം അവിടെ ജോലി ചെയ്തതിന് ശേഷം എൻ്റെ ജോലി എനിക്ക് നഷ്ടപ്പെട്ടു. എന്ത് ചെയ്യണമെന്നറിയാതെ പലിശക്കെടുത്തും ഉള്ള സ്വർണ്ണമെല്ലാം വിറ്റാണ് നമ്മളവിടെ ജോലിക്കായിട്ട് പൈസ കൊടുത്തിരുന്നത്. അത് തിരിച്ച് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരുപാട് അവഹേളിച്ചു. ജോലി നഷ്ടപ്പെട്ടപ്പം 25 ലക്ഷം രൂപ കൊടുത്തു, കയറിയതല്ലേ, എന്തായി ജോലി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എന്നെ അവഹേളിച്ചു, നിന്ദിച്ചു. ഞാൻ തല കുനിച്ചു കരഞ്ഞു. നടുക്കടലിൽ നിന്ന് ഒഴിഞ്ഞപ്പം വീണ്ടും ആ ചേച്ചി ഒന്നും കൂടി വന്നു. മോളെ, നീ ആ പത്രം വീണ്ടും എടുത്ത് വായിക്ക്, കൃപാസന പത്രമാണെന്ന് പറഞ്ഞു. ഞാൻ ആ പത്രം എടുത്തു. എന്നോട് പറഞ്ഞു യൂട്യൂബിൽ നീ അടിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കി. പിന്നീട് എനിക്ക് എന്താണ് സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല. സാക്ഷ്യങ്ങൾ കേട്ടു. പിന്നെ ഒരു ധൈര്യമായി. ജീവിക്കണം, എന്തായാലും മരിക്കാൻ പറ്റില്ല, ജീവിച്ചേ പറ്റൂ. ഞാനൊരു ഹിന്ദുവാണ്. ഒരുപാട് ആ രീതിയിൽ ഞാൻ ഓടിയിട്ടുണ്ട്. എവിടെ നിന്നാണ് രക്ഷ കിട്ടുക എന്നറിഞ്ഞ് എനിക്ക് മനസ്സിലായി. സത്യദൈവത്തിൻ്റെ മുന്നിൽ എത്തി. ഇനി പുറകോട്ട് തിരിഞ്ഞ് നോക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. പിന്നെ ഇവിടെ എങ്ങനെ എത്തപ്പെടും, ആലപ്പുഴ കൃപാസനം എന്നറിഞ്ഞു. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ചേച്ചി എന്നോട് വിളിച്ച് പറയുന്നത്, ആലപ്പുഴ പള്ളിയുണ്ട്, നമുക്ക് പോകാം, ജോലി നഷ്ടപ്പെട്ടു പോയവർക്ക് വെളിയിലേക്ക് പോകാനുള്ള നോക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചീനെയും കൂട്ടി ഞാനിവിടെ വന്നു. ഞാൻ ആ മൂലയ്ക്ക് ഇരുന്ന് ഒരുപാട് ഞാൻ പൊട്ടിക്കരഞ്ഞ്. എനിക്ക് ഒന്നും അമ്മയോട് പറയാൻ പറ്റുന്നില്ല. എന്താ പറയേണ്ടതെന്നൊന്നും എനിക്ക് അറിയില്ല. മക്കളെ, കുടുംബത്തെ ഓർത്ത് വേണ്ടി നമ്മളെ ഇറങ്ങിയതാണ്. പക്ഷേ അവഹേളനയും നിന്ദയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കണ്ണുനീരും മാത്രം. ഞാനിവിടെ നിന്നൊന്നും പ്രാർത്ഥിച്ചില്ല. ഞാൻ കരഞ്ഞ് നിലവിളിച്ച് ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോയി. വീട്ടിൽ ചെന്ന് വീണ്ടും ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വീണ്ടും ആ ചേച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഉടമ്പടി എടുക്കണം, എനിക്കവിടെ പോയേ പറ്റൂ. അങ്ങനെ ഞാൻ ആ ചേച്ചീനെയും കൂട്ടി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്ന് വരെ എനിക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ഈ കാശിരവും കയ്യിൽ പിടിച്ച് ഈ കൊന്തയും കൈ പിടിച്ചൊരു ധൈര്യമായിരുന്നു. ഞാൻ എൻ്റെ ജോലി നഷ്ടപ്പെട്ടതിന് ശേഷം വീണ്ടും ഞാൻ ഇസ്രയേലിന് പോകാനായിട്ട് പേപ്പർ വർക്കുകൾ ചെയ്തു. അങ്ങനെ ഇൻ്റർവ്യൂകൾ 2 എനിക്ക് ഫെയിലായി. വീണ്ടും എനിക്ക് അച്ഛനെ കാണാൻ വേണ്ടി ഞാനിവിടെ വന്നു. അപ്പോൾ എനിക്ക് ജോബ് ഓർഡർ വന്നിട്ടില്ലായിരുന്നു. ഞാൻ അന്നേരം ഇവിടെ നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് എൻ്റെ ഏജൻറ്റ് വിളിച്ച് പറഞ്ഞു നിനക്ക് ജോബ് ഓർഡർ വന്ന് കിടക്കുന്നു, നീ കണ്ടില്ലേ എന്ന്. ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി ടോക്കൺ എടുത്തപ്പം അവർ സമ്മതിച്ചില്ലായിരുന്നു അച്ഛനെ കാണാൻ. കാരണം എനിക്ക് അങ്ങോട്ട് പോകാൻ ഡീറ്റെയിൽസ് ആയിട്ടുള്ള പേപ്പർ വർക്കുകളൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് തന്നെ എനിക്ക് പോകാനുള്ള ടിക്കറ്റ് എടുത്ത് ഞാൻ അച്ഛനെ കാണാൻ ഇവിടെ വന്നു. ഇവിടെ വന്ന് നിന്ന് ഈ ആൾക്കാരെ നിന്നു. ഞാൻ ഇവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. എനിക്ക് അച്ഛനോട് എന്താ പറയേണ്ടതെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അച്ഛൻ എൻ്റെ പാസ്പോർട്ടും പേപ്പറും മാതാവിൻ്റെ അടുക്ക കൊണ്ടേ പ്രാർത്ഥിച്ചിട്ട് വന്നു. എൻ്റെ കവിളിൽ 2 തട്ടി എന്നോട് പറഞ്ഞു ധൈര്യമായിട്ട് കയറിപ്പൊക്കോളുക, ഒന്നും ഇനി ഓർക്കരുതെന്ന് പറഞ്ഞു. ആ ധൈര്യം ഇന്നീ നിമിഷം വരെ മാതാവിൻ്റെ കൈപിടിച്ച് നടത്തുകയാണ്. എത്ര പറഞ്ഞാലും എനിക്കത് തീരില്ല. എൻ്റെ ഏത് പ്രതിസന്ധികളിലും ഞാൻ എൻ്റെ അമ്മേനെ കൈപ്പിടിച്ച് ഈ കൊന്തയും കാശിരുവും പിടിച്ച് ജപമാല ചൊല്ലും. എത്ര ചൊല്ലുമെന്നൊന്നും എനിക്ക് അറിയില്ല. ജപമാല ചൊല്ലാനൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചു. ഞാനൊരു ഹിന്ദുവാണെങ്കിലും ബൈബിള് വായിക്കാനും എല്ലാം ഞാൻ യൂട്യൂബിലൂടെ പഠിക്കുകയാണ്. അവിടെ ഇസ്രയേലിൽ ചെന്നു. എനിക്ക് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രയേറെ എന്നെ ഉയർത്തി. നല്ലൊരു ജോലി, നല്ല ഉയർന്ന ശമ്പളം, നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ അമ്മ അത്രത്തോളം എന്നെ കൈപിടിച്ചുയർത്തി. ആ ഒരു ധൈര്യം ഇന്നും എൻ്റെ കൂടെയുണ്ട്. തനിയെ എങ്ങോട്ടും പോകാൻ അറിയില്ലാത്ത ഞാൻ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി ഞാൻ മുംബൈ ചെന്ന് അവിടെ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോഴും എല്ലാം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിക്കുന്നത്. മെഡിക്കലിന് എടുത്തപ്പം ആദ്യമായി ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിയുന്ന അമ്മേനെ മെഡിക്കലിന് ടെസ്റ്റ് ചെയ്യാനായിട്ട് നേരത്തെ എൻ്റെ കൈ മുഴുവനും ചുമന്ന് തടിച്ചു. അപ്പം ഞങ്ങൾ 14 പിള്ളേരായിരുന്നു ഒന്നിച്ചുണ്ടായിരുന്നത്. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഇരുന്ന് കരയുമായിരുന്നു. ഒരു വെള്ളിയാഴ്ച ദിവസം തിങ്കളാഴ്ച റിസൾട്ടിന് ചെല്ലണം. മറ്റു കുട്ടികളെല്ലാവരും പോകാൻ ഒരുങ്ങി. ഞാൻ കരഞ്ഞുകൊണ്ട് നിന്നു.
സൺഡേ എനിക്ക് അവിടെ ഒരു മാതാവിൻ്റെ രൂപമുണ്ട്, അവിടെ പോയി നിന്ന് ഞാൻ കൊന്ത ചെല്ലും. ഹസ്ബൻഡ് ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, റൂമിൽ ചെന്ന് അമ്മേ മാതാവിൻ്റെ തൈലവും ഉപ്പും എടുത്ത് തേക്ക്, അതേ ഇനി രക്ഷയുള്ളെന്ന് പറഞ്ഞു. ഞാൻ റൂമിൽ ചെന്ന് തേച്ചു. പിന്നീട് എന്താ എനിക്ക് അവിടെ സംഭവിച്ചതെന്ന്, ആ റൂമിൽ എന്താ സംഭവിക്കണമെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ കൈ വെള്ളയായി. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റണില്ല അത് ഇപ്പോഴും. പിറ്റേ ദിവസം ഞാൻ റിസൾട്ട് വാങ്ങാൻ ചെല്ലുമ്പം ഫസ്റ്റിലെ എന്നെ വിളിച്ച് എനിക്ക് റിസൾട്ട് എൻ്റെ കൈ തരുവാണ് ഡോക്ടർ. അതാണ് എൻ്റെ മാതാവിൻ്റെ ആദ്യത്തെ സാന്നിധ്യമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത്. പിന്നീട് ഇൻ്റർവ്യൂ ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചു, എന്നോട് പറഞ്ഞു യു ആർ സെലക്റ്റഡ്, യു ആർ ലക്കി എന്ന് പറഞ്ഞു വിട്ടപ്പോൾ എൻ്റെ ഏജൻറ്റ് എന്നോട് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ? എൻ്റെ ഹസ്ബൻഡിനോട് പോലും പേര് മാത്രമേ ചോദിച്ചുള്ളൂ. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് വഴി എനിക്ക് ഈശോ സാധിച്ചു തന്നിട്ടുണ്ട്. ഒരു ഭവനമായിരുന്നു. 10-25 വർഷമായിട്ട് ഞങ്ങൾക്കൊരു വീടിൻ്റെ ബുദ്ധിമുട്ടായിരുന്നു. ഒരു മലമുകളിലായിരുന്നു ഞങ്ങളുടെ വീട്. മഴ പെയ്താലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. റോഡില്ല. ഭയങ്കരയേറെ ഞങ്ങൾ വിഷമിച്ചു ഒരു വീടിന് വേണ്ടി. മഴ പെയ്യുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കുഞ്ഞുങ്ങൾ ഇരുന്ന് പഠിക്കാനോ കിടക്കാനോ ഒന്നും സൗകര്യങ്ങളില്ലായിരുന്നു. പക്ഷെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ വഴി സൈഡ് എവിടെയെങ്കിലും എനിക്കൊരു 5 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്കിതാ, ഒരു വീട് പണിയാൻ. ഞാൻ നിൻ്റെ സന്നിധിയിൽ, ആ വീട്ടിൽ നിന്ന് വന്നേ നിൻ്റെ സന്നിധിയിൽ ഞാൻ സാക്ഷ്യം പറയുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് ഞങ്ങൾ ഉദ്ദേശിക്കാൽ അപ്പുറമായിട്ട് 1000 സ്ക്വയർ ഫീറ്റ് പോയിട്ട് 1800 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വലിയ ഭവനം നൽകി അമ്മ അനുഗ്രഹിച്ചു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അതിനകത്ത് കയറി താമസിച്ചു. അവിടെ നിന്ന് വന്നാണ് ഞാനിപ്പോൾ ഈ സാക്ഷ്യം പറയണത്. ഒരുപാട് നന്ദി ഞാൻ അമ്മയോട് പറയുവാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഞങ്ങൾ ഇത്രത്തോളം കരകയറ്റിയത്. എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, കാശിരൂപം ജപമാല ചൊല്ലി മാതാവിൻ്റെ മുന്നിൽ സമർപ്പിക്കുക. എന്ത് പ്രതിസന്ധി വന്നാലും തളരരുത്, മാതാവിനെ മുറുക്കി പിടിക്കുക. അമ്മ മാതാവ് കൂടെ ഉണ്ടാവും. അത് അനുഭവസ്ഥയാണ് ഞാനിന്ന്. അമ്മ ഭവനം തന്നത് അമ്മയുടെ മുന്നിൽ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്കെല്ലാം ആയത്. എല്ലാം നേടിത്തന്നത് അമ്മയുടെ മധ്യസ്ഥം വഴിയാണ്. പിന്നീട് എൻ്റെ 4ാമത്തെ സാക്ഷ്യം എൻ്റെ മോളുടെ ഒരു രോഗസൗഖ്യമാണ്. മോള് +1 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം തലകറങ്ങി വീണു. ഞാൻ അവിടെ ഇസ്രായേലിലായിരുന്നു ജോലി ചെയ്യണേ. അപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ച് പറയും, ഇങ്ങനെ മോൾക്ക് എന്തോ പെട്ടെന്ന് തലകറങ്ങി വീണു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എല്ലാ ചെക്കപ്പും ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല. ഡോക്ടർമാർക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ അമ്മയുടെ മുന്നിൽ നെഞ്ചുവിട്ട് കൈവിരിച്ചിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ എൻ്റെ മോളൊരു മെഡിസിൻ കഴിക്കാൻ ഇടവരുത്തരുത്. ഒരു രോഗിയായ മോളെ എനിക്ക് തിരിച്ചു തരരുതെന്ന്, എനിക്ക് അങ്ങനെ തരരുത്. പൂർണ്ണ ആരോഗ്യത്തോടെ തന്നേരം മോളെ എനിക്ക് അതുപോലെ തന്നെ തിരിച്ച് തന്നേക്കണം. പിന്നീട് 2 ദിവസം കഴിഞ്ഞപ്പം വീണ്ടും തലകറങ്ങി വീണു എന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പുകളെല്ലാം നടത്തി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ നിൻ്റെ സന്നിധിയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം, നീ എന്തിനെന്നെ പരീക്ഷിക്കല്ലേ ഇനി. പിന്നെ തൈലോ എല്ലാം പുരട്ടി മോൾക്ക് എന്തായാലും പിന്നീട് ഇതുവരെ ഉണ്ടായിട്ടില്ല. പൂർണ്ണമായ സൗഖ്യം നൽകി. ഡോക്ടേഴ്സ് പറഞ്ഞു വെള്ളം കുടിക്കാത്തതിൻ്റെ ഒരു കുറവാണെന്ന് മാത്രമായിട്ട് പറഞ്ഞു. ഇന്ന് വരെ അതിനൊരു മെഡിസിൻ കഴിക്കാനോ ഒന്നും ഇടവരുത്തിയിട്ടില്ല. അതിന് പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾക്ക് അവിടെ ഒരു വൃദ്ധസദനമുണ്ട്. എല്ലാ മാസവും ഒരേ ചാക്കരി ഹസ്ബൻഡ് എടുത്തുകൊണ്ട് കൊടുക്കും. പിന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ഈ കൃപാസനം പള്ളിയുടെ വാതിക്കൽ ഉച്ചഭക്ഷണ കഞ്ഞിയിൽ അവിടെ ഒരു ചേച്ചീനെ വിളിക്കും. 50 പേർക്കും 100 പേർക്കുമുള്ള ഭക്ഷണമായിട്ട് കൊടുക്കാൻ ഞാൻ അവിടുന്ന് പൈസ ഇട്ട് കൊടുക്കും. എൻ്റെ സാലറി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈശോ ഒരു ഓഹരിയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാവരും ആര് സഹായം ചോദിച്ചാലും ഞാൻ ചെയ്യും. ഞങ്ങൾക്ക് അവിടെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തൊരു കൂട്ടായ്മയുണ്ട്. ഒരുപാട് പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ആ കൂട്ടായ്മയിലൂടെ നാട്ടിലുമുണ്ട്, ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇനിയും ചെയ്യും. അമ്മയുടെ മധ്യസ്ഥം വഴി ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. ആത്മീയ ജീവിതത്തിൽ ഒരുപാട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട്. ബൈബിള് വായിക്കാൻ അറിയില്ലായിരുന്ന എനിക്ക് ആ ചേച്ചി ഒരു ബൈബിൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നു വിട്ടിരുന്നു എൻ്റെ ഫ്രണ്ട്. 2ാമത്തെ പ്രാവശ്യം ഞാൻ ലീവിന് വന്നപ്പോൾ ആദ്യ പ്രാവശ്യം വന്നപ്പോൾ ഇവിടുന്ന് ഞാൻ ഒരു ബൈബിൾ വാങ്ങിച്ചുകൊണ്ട് പോയി. ബൈബിള് വായിക്കാൻ പഠിച്ചു. സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ട്. അച്ഛൻ്റെ പ്രാർത്ഥനകൾ എന്നും കൂടും. ചൊവ്വാഴ്ചയിലെ പ്രാർത്ഥനകൾ എന്നും ലൈവായിട്ട് തന്നെ ഞാൻ കൂടും. ഒരു ദിവസവും ഞാനത് വിട്ട് കളയില്ല. സാക്ഷ്യങ്ങളെല്ലാം ഷെയർ ചെയ്യും. കൊന്ത ചൊല്ലും. ജപമാല ഒരു ദിവസം 3 പ്രാവശ്യം ഞാൻ ചൊല്ലും. അതെനിക്ക് ചൊല്ലിയിലെ ഒരു സമാധാനമില്ല. കിട്ടുന്ന സമയങ്ങളിലെല്ലാം കൊന്ത കൈ പിടിച്ച് ജപമാല ചൊല്ലി ഞാൻ നടക്കും. എനിക്കതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ബലം. അച്ഛൻ്റെ ദാനം എല്ലാം ചൊവ്വാഴ്ചകളും ഞാൻ ഡയറക്റ്റ് കൂടും. ഡെയിലി ബ്രെഡ് എന്നും രാവിലെ ഞാൻ കൂടും, ഷെയർ ചെയ്യും, സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യും. ഉടമ്പടിയിൽ വന്നേ പിന്നെ കുടുംബത്തിൽ വന്ന് എൻ്റെ മക്കൾ ഉടമ്പടിയിലാണിപ്പോൾ. എല്ലാ മാസവും അവരിവിടെ വരും, ഹസ്ബൻഡും മക്കളും വരും. എൻ്റെ ഉടമ്പടി പുതുക്കുന്നത് അവർ തന്നെയാണ്. ഒരുപാട് പ്രാർത്ഥിക്കാൻ പറ്റി, ക്ഷമിക്കാൻ പറ്റി. എനിക്ക് നേരത്തെയൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. എനിക്ക് ഈ അനീതി കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് പ്രതികരിക്കുമായിരുന്നു.
പക്ഷേ ഇപ്പം ഞാൻ ഓർക്കും, ദൈവമേ അവരുടെ അറിയില്ലായ്മ കൊണ്ടാണല്ലോ, ക്ഷമിക്കണേ. അങ്ങനെ എനിക്ക് ഒരുപാട് ശത്രുക്കൾ വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റം വന്നു. പ്രാർത്ഥനയിലൂടെ വന്നാൽ പിന്നെ ക്ഷമിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങ് എനിക്ക് രക്ഷയുടെ പരിചയം നൽകി. അവിടുത്തെ വലതു കൈ എന്നെ താങ്ങി നിർത്തി. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. സങ്കീർത്തനം 18:35 ഭവനം എന്നതൊരു വലിയൊരു സ്വപ്നമായിരുന്നു. അതും സാക്ഷാത്കരിച്ച് കൊടുക്കുകയാണ്. ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു നല്ലൊരു ഭവനം നൽകി ഈ കുടുംബത്തെ, ഈ മകളെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. പിന്നീട് മക്കളുടെ പഠിത്തമാണ്. ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഈ മകൾക്ക് മക്കളെപ്പറ്റി വലിയൊരു ആകാംക്ഷയായിരുന്നു. പക്ഷേങ്കിൽ അവിടെയും ഈശോയുടെ അമ്മയുടെ അനുഗ്രഹത്താൽ നമുക്ക് മെറിറ്റില്ല എന്ന് തോന്നുന്ന നിമിഷത്തിൽ ദൈവത്തിൻ്റെ കൃപയാലാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുന്നത്. അങ്ങനെ മക്കൾക്ക് SLC പരീക്ഷയ്ക്ക് നല്ല റിസൾട്ടോടു കൂടി പാസ്സാകാൻ സാധിക്കുകയും രോഗാവസ്ഥയിൽ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് രോഗസൗഖ്യം ലഭിക്കുകയും ഒക്കെ ചെയ്തത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഓർക്കാം, അവിടുത്തെ വാത്സല്യമാണ് നമ്മെ വലിയവരാക്കുന്നത്. ഉടമ്പടിയിൽ നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കരുണയും കൃപയും കൊണ്ടാണ് നാം ഉയരുവാൻ സാധിക്കുന്നത്. ദൈവമാണ് നമ്മെ മാറ്റി, നമ്മെ രൂപാന്തരപ്പെടുത്തി, നമ്മെ ഒരു പുതിയ ഒരു ആത്മീയ ജീവിതത്തിലേക്ക് ഉടമ്പടിയിലൂടെ നമ്മെ നയിക്കുന്നത്. കൃപാസനം, ആത്മീയത, ഉടമ്പടി ജീവിതമാണ്. ആ ഉടമ്പടി ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് അങ്ങ് എനിക്ക് രക്ഷയുടെ പരിചയം നൽകി അവിടുത്തെ വലതു കൈ എന്നെ താങ്ങി നിർത്തി. ആ താങ്ങി നിർത്തുന്ന അനുഭവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതും ആ ദൈവത്തിൻ്റെ വാത്സല്യം നമ്മെ വലിയവരാക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമുക്ക് വരുവാൻ സാധിക്കുന്നതും. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ കർത്താവേ അങ്ങാണ് എൻ്റെ പരിചയം എന്നും, തളരുമ്പോൾ ജീവിതത്തിൽ തളരുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവമേ അവിടുത്തെ വലതു കൈ എന്നെ താങ്ങണമേ എന്നും, വിജയത്തിൽ അവിടുത്തെ കൃപ കൊണ്ടാണ് എന്നെ വിജയിപ്പിച്ചതെന്നും അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. സ്വപ്ന അനിലിനും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.